എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി ആരാണ്? അയാൾക്ക് എന്ത് യോഗ്യതയാണ് ശ്രീനാരായണീയരുടെ കാര്യത്തിൽ ഇടപെടാൻ? കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ. അയാൾ SNDP നുഴഞ്ഞു കയറിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് എനിക്കറിയാം. അയാൾക്കെതിരെ ആരും ചോദിക്കാനും സംസാരിക്കാനും ഇല്ല എന്നുള്ള ഹുങ്കാണ്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശാശ്വതികാനന്ദ സ്വാമിയുടെ അവിടെ തെണ്ടി നടന്നിട്ട് എരന്ന് പിടിച്ച് മേടിച്ചിട്ടുള്ള ഒരു പൊസിഷനാണ്. നമുക്ക് വളരെ വിഷമം. പണ്ട് ലാംബട്ര സ്കൂട്ടറിൽ തെണ്ടി നടന്നുകൊണ്ട് ഗൗരിയമ്മയുടെ അടുത്ത് ഒരു ഷാപ്പ് തരുമോ എന്ന് ചോദിച്ച ഈ എരപ്പാളി ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് അതാണ് ഈ പറയുന്നത്. ഞാൻ പല ഭാഷകളും മലയാളികൾ ആഗ്രഹിക്കുന്നത്, കേരള സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല ഭാഷകളും പറയാൻ ഞാൻ ആക്ച്വലി അതിന് മുതിരേണ്ടതാണ്. പക്ഷെ ഞാൻ അത് പറയുന്നില്ല. നിങ്ങളെ പോലുള്ളവരടുത്ത് ഇയാളുടെ ഭാഷയിൽ പറയാൻ അറിയില്ല. അയാൾ ശ്രീലമ്പടൻ എന്ന് പറഞ്ഞു. ഇയാളുടെ മകൻ ആ തുഷാർ വെള്ളാപ്പള്ളി, അയാള് ശ്രീലമ്പടനല്ല. എനിക്കറിയാം, വ്യക്തമായിട്ട് എനിക്കറിയാം, നാട്ടുകാർക്കറിയാം, ഈ മരിച്ചുപോയ മഹേഷൻ അർക്കം അറിയാം. അദ്ദേഹത്തിന്റെ എന്താണ് തേഞ്ഞു തീർന്നതെന്ന് ഇയാള് പറഞ്ഞ വാക്കാണ്, സ്വന്തം അച്ഛൻ പറഞ്ഞ വാക്കാണ്. ഇയാളുടെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ കേരളത്തിലെ ഈഴവർക്ക് കഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പ്രായം 90 കഴിഞ്ഞു. ആ പ്രായത്തെ ബഹുമാനിക്കുകയാണ്. ഇനിയെങ്കിലും ഇയാൾ ഈ തന്തയ്ക്ക് പറക്കായ്മ അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മ ഇവിടെ കാണിക്കാൻ പാടില്ല. Just forget about the Swami or the sannyasi part of Bhadranand. But if you are dealing with these anti-nationals, if you are dealing with this criminals, നമ്മൾ ആ രീതിയിൽ തന്നെ ആവണം. ക്രൂരത കൊണ്ട് മാത്രമേ നേരിടാൻ പാടുള്ളൂ. ഇരുമ്പിനെ ഇരുമ്പുകൊണ്ട് മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. ഇന്നലെ ഞാൻ ഇയാളുടെ നാട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇയാളുടെ നാട്ടിൽ വന്ന് ഇയാൾ കരിച്ചു കളയും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. ഇയാൾക്കും ഇയാളുടെ ഗുണ്ടകൾക്കും ഇയാളുടെ മോനും ഇവരൊക്കെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ 124 ക്രിമിനൽ കേസിലെ പ്രതിയായ ഇയാൾ മഹേഷിന്റെ കേസിൽ ഇയാളും ഇയാളുടെ മകനും അശോകനും പ്രതിയായിട്ടുള്ള കേസിൽ FIR ഇട്ടിട്ടുണ്ട്. ഇവരുടെ പേരിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരള പോലീസ് 2 തവണ പത്മ അവാർഡ്സിനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് യേശുദാസിനെക്കാളും നല്ലപോലെ പാട്ട് പാടുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് ക്യാൻസൽ ചെയ്തതിന്റെ ഒരു സിമ്പിൾ റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അയാൾ മദ്യപിച്ച് റോട്ടിൽ കിടക്കുകയാണെന്നുള്ള ഒരു ഒറ്റ കുറ്റത്തിന്റെ പേരിൽ. അങ്ങനെയാണെങ്കിൽ 124 ക്രിമിനൽ കേസിൽ പ്രതിയായ ഇയാൾ ഇയാൾക്കെതിരെ എങ്ങനെയാണ് ഇവിടുത്തെ സർക്കാർ, ഇടതും വലതുമായിട്ടുള്ള സർക്കാർ എന്തിന്റെ ബേസിലാണ് ഇയാൾക്ക് ഈ സാങ്ഷൻ കൊടുത്തത്? ഇവിടുത്തെ BJPയിലുള്ള അങ്കിൾ ബണ്ണായിട്ടുള്ള ആ രാജീവ് ചന്ദ്രശേഖറും അതുപോലുള്ള ബാക്കിയുള്ളവരും ഈ പറയുന്ന ഈ പിമ്പായിട്ടുള്ള ഇയാളുടെ മകന്റെ സേവനവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇവരുടെ നിന്ന് കൈപ്പറ്റിയിട്ട് അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. ഇതുപോലുള്ള ഒരു തേർഡ് റേറ്റ് ക്രിമിനലിനെ ഇവിടെ ഈ പരമോന്നതമായിട്ടുള്ള ഈ പറയുന്ന പത്മ അവാർഡ് മേടിക്കുകയാണെങ്കിൽ അതിന്റെ മഹത്വം എന്താണ്? ശ്രീനാരായണ ഗുരുദേവന് ഇത് കിട്ടിയോ? എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ സച്ചിദാനന്ദ സ്വാമിക്ക് ഇത് കിട്ടിയോ? അല്ലെങ്കിൽ എത്രയോ മഹത്തരമായിട്ടുള്ള ആൾക്കാരുണ്ട്. മമ്മൂട്ടിയെ പോലും അപമാനിക്കുന്ന വിധത്തിലല്ലേ ഈ നാറയ്ക്ക് പിടിച്ച് ഈ അവാർഡ് കൊടുത്തോണ്ട് ഇത് കിട്ടിയത്? കാശ്മീർജി ഇത് രാജ്യം കൊടുത്തതല്ല, ഇത് ഇവിടുത്തെ BJPയിലെ എംബോക്കികൾ കൊടുത്ത അവാർഡാണ്. പറയുന്ന ഒരു കുലംകുത്തി, ഒരു പരനാറി, ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഐ ക്യാൻ യൂസ് ദാറ്റ് ടേം. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ കുലംകുത്തി, ഈ പരനാറി ഈ കസാരയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇയാളോട് ഇത്രയും ദേഷ്യം വരാൻ കാര്യം, ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് 5000 രൂപ ക്യാപിറ്റേഷൻ കൊടുക്കാൻ വകയില്ലാത്തോണ്ട് നിന്റെ അമ്മയുടെ പണി എന്താണെന്ന് ചോദിച്ചു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം പറഞ്ഞു തൊണ്ട് ചെത്തുകയാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ നീ നിന്റെ അമ്മയുടെ പണി ചെയ്യുന്ന പറഞ്ഞു. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. അന്ന് വെച്ച് കെട്ടിയതാണ് ഇയാളോടുള്ള എന്റെ ഒരു സൗഹൃദം. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു ഈഴവനായിട്ടുള്ള ഞാൻ ഒരിക്കലും ഈ ജാതി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല.
ജാതി ചോദിക്കരുത് പറയരുതെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആ ചിത്രത്തിന്റെ താഴെ ഇരുന്നുകൊണ്ട് ജാതിയും വർഗീയതയും പറഞ്ഞു നടക്കുന്ന ഇയാൾക്ക് എന്താണ് ഗുരുധർമ്മത്തെ പറ്റി അറിയാം? അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന്. ഇയാളെ ഒരു കാരണവശാലും കേരളത്തിലെ ഇടതനോ വലതനോ BJP അംഗീകരിക്കാൻ പാടില്ല. ഇയാൾക്ക് ഒരു തരത്തിലുള്ള സ്പിരിച്വൽ ക്വാളിറ്റി ഇല്ല. അതിനേക്കാളും വൃത്തികെട്ടവനാണ് ഇയാളുടെ മകൻ. വളരെ നിഷ്കളങ്കമായ പ്രഥമദൃഷ്ടിയാ കേട്ടാൽ ആകർഷകമായി തോന്നുന്ന വാദമുഖങ്ങൾ ഇങ്ങനെ അച്ഛനും മകനും ഇങ്ങ് ഡൽഹിയിലും പോയിട്ട് ഇതേപോലെയുള്ള വാദമുഖങ്ങൾ ഉയർത്തേണ്ടത്. ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. ഈ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിന്റെ സാധ്യത മനസ്സിലാക്കിയ വെള്ളാപ്പള്ളി ആവിഷ്കരിച്ച ഒരു വലിയ 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 ഒരു 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 വിദ്യ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ മൈക്രോ ഫൈനാൻസ് നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു കമ്പനി ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് തീരുമാനിച്ചു. യോഗത്തിന്റെ കൗൺസിൽ തീരുമാനിക്കുന്നു. അതിന്റെ മിനിറ്റ്സ് സഹിതം എന്റെ ഉണ്ട്. 2003 തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ യോഗം കൗൺസിലും SN ട്രസ്റ്റും കൂടി സംയുക്തമായിട്ട് കമ്പനി ഉണ്ടാക്കാം. അതിനുവേണ്ടി സംയുക്തമായിട്ട് ഈ രണ്ട് സംഘടനകളുടെയും കൂടി എക്സിക്യൂട്ടീവുകൾ കൂടി തീരുമാനമെടുത്തു. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ഞാൻ പറഞ്ഞു, ജനറൽ സെക്രട്ടറി നമുക്കിങ്ങനെ കണ്ടമാനം പണം ഈ മോഹൻ ശങ്കർ കൊണ്ടുതരും. മോഹൻ ശങ്കർ അന്ന് ബാക്ക്വേർഡ് കോർപ്പറേഷന്റെ ചെയർമാനാ. അദ്ദേഹം ആദ്യത്തെ 50 ലക്ഷം വന്ന് കൊണ്ടുതരുന്നു. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. യൂണിയനുകളിലേക്ക് ഇത് കൊടുക്കുന്നു. യൂണിയൻകാർ നേരാമണ്ണം ചെയ്തില്ല എങ്കിൽ 100 സംവത്സരങ്ങളാ കൊണ്ട് നമ്മുടെ പൂർവികര് കരുതി വെച്ച് സമ്പത്തിന്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. കൊള്ളയടിച്ചു പോയവരാണ് നമ്മൾ. ഇന്ന് നമുക്ക് പേരുദോഷം വരും. അതുകൊണ്ട് നമുക്കൊരു ഇൻഡിപെൻഡന്റ് കമ്പനി ഉണ്ടാക്കി നല്ല ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ നടത്തിയാൽ അതുകൊണ്ട് അപകടം ഉണ്ടാവില്ല. അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ചെറിയ പണമല്ലേ പോകും. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞാണ് ഇങ്ങനെ കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനങ്ങളും എല്ലാം അതിന്റെ എല്ലാം മിനിറ്റ്സ് എല്ലാം ഉണ്ട്. എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ. ആ തീരുമാനം നടപ്പാക്കിയില്ല. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ആ തീരുമാനം മനഃപൂർവ്വം നടപ്പാക്കിയില്ല. കാരണം ബൈ ദ ടൈം അങ്ങനെ കമ്പനിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൈയിട്ട് വരാൻ എളുപ്പമല്ല. അതിന് പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ടാവൂലേ, അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട മാനേജർമാരുണ്ടാവൂലേ. അപ്പോഴാണ് വെള്ളാപ്പള്ളി ആ തീരുമാനം പൂർത്തിവെച്ചു. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. തളിച്ചകുളങ്ങരയിൽ നിന്ന് പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെ യോഗം കൗൺസിലിന്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം എടുപ്പിച്ച് എല്ലാ യൂണിയനുകളിലേക്കും വലിയ യൂണിയനുകളിലേക്ക് പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു. എന്നെ സംശയിക്കരുത്. ആ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ചെന്ന് പിന്നെ മൈക്രോ ഫൈനാൻസ് നടത്തുന്നത്. യൂണിയൻകാരെ മാറ്റി നിർത്തി. അങ്ങനെ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ടുള്ള യോഗം കൗൺസിലിന്റെ തീരുമാനം വോട്ട് ചെയ്യുന്ന ഒരു നിയമന ഉത്തരവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവന്മാരോട് ഇതൊന്നും ഏക്കൂല. അവിടെ 3/4 കോടിയുടെ ഒരു യൂണിയനിൽ 3/4 കോടിയുടെ അഴിമതി ഉണ്ടായി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.